എല്ലാം ടൈമിങ്ങിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഇനി ഫേസ് 2 തുടങ്ങാം. ടീം എയുടെയും ടീം ബിയുടെയും സിഗ്നലുകൾ ഗ്രീൻ ആണ്. സെക്യൂരിറ്റി സിസ്റ്റത്തെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പൂർത്തിയായി. ഇപ്പോൾ എല്ലാ ക്യാമറയും ഓഫ് ആയിട്ടുണ്ട്. ലേസർ ഡ്രിൽ സെറ്റ് ഉണ്ട്. ഇനി ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് വേഗമാവട്ടെ. എല്ലാവരും ശാന്തരായിരിക്കൂ. ഞാൻ ഫയർ അലാം ഓൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി പോകും. ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്നോർത്ത്. വെൽ ഡൺ ടീം. ഗേറ്റ് നമ്പർ 4 വേഗം എക്സിറ്റ് ചെയ്യാം. നിങ്ങൾ ഏതിലൂടെയാണോ അകത്തേക്ക് വന്നത് അതിലൂടെയാണ് ഇപ്പോൾ പോലീസ് വരുന്നത്. ഇവാൻ ഗേറ്റ് നമ്പർ 4 അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ടീം നന്നായി ചെയ്തു. നമുക്ക് പോകാം ഇവിടുന്ന്. അങ്ങനെ വീണ്ടും ഒരു സക്സസ്ഫുൾ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ആലിയ, ഈ എക്സർസൈസ് നിന്റെ ചിന്താശേഷി അതിവേഗത്തിലാക്കും. ഓരോ സിനാരിയോയും ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കൂ. അതൊക്കെ ശരി തന്നെ കോസി മാം. എന്നാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ബ്രെയിൻ എക്സർസൈസിന്റെ കൂടെ സ്നാക്സ് എക്സർസൈസ് കൂടി ചെയ്തോട്ടെ? നിന്റെ കോൺസെൻട്രേഷൻ സ്നാക്സിനേക്കാൾ കൂടുതൽ ഈ ട്രെയിനിങ്ങിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് നിന്റെ യഥാർത്ഥ മിഷന് ഒരുപാട് സഹായകരമാവും. ഇതൊരു ഓൾഡ് കേസാണ്. ഇത് നീ സോൾവ് ചെയ്യണം. കൊലയാളി ഡൊണാൾഡ്. കണ്ടോ, എന്റെ സ്നാക്സ് ഇവിടെ ഉപകാരപ്രദമായി. ആലിയ, നിനക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. എല്ലായ്പ്പോഴും ഓർക്കേണ്ടത്, ഡിറ്റക്റ്റീവ് ആവുന്നത് ഒരിക്കലും ബുദ്ധിപരമായ ഒരു കാര്യം മാത്രമല്ല, ഹൃദയത്തിൻ്റെത് കൂടിയാണ്. നീ നിന്റെ ഇൻസ്റ്റിങ്സിൽ കൂടി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായി കോസി മാം. പക്ഷേ കുറച്ച് തമാശയൊക്കെ വേണ്ടേ? പക്ഷേ ഒരിക്കലും മിഷൻ ലൈറ്റായി എടുക്കരുത്. മാർക്കോയുടെ ടീം ലണ്ടൻ, സിംഗപ്പൂർ, പാരീസ് തുടങ്ങിയിടങ്ങളിലെല്ലാം വലിയ കവർച്ച നടത്തിയിട്ടുണ്ട്. സോണിയ, എന്താണ് പുതിയ അപ്ഡേറ്റ്സ്? നമ്മുടെ സോഴ്സുകൾ അനുസരിച്ച് സൗത്ത് ആഫ്രിക്കയിൽ മാർക്കോയുടെ സ്റ്റൈലിലുള്ള കവർച്ച നടന്നതായി സംശയിക്കപ്പെടുന്നു. പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ ആദ്യത്തെ കവർച്ച UK-യിലെ ലണ്ടനിലാണ്, രണ്ടാമത്തേത് സിംഗപ്പൂരിലായിരുന്നു, മൂന്നാമത്തേത് ഫ്രാൻസിലെ പാരീസിലുമാണ്. പക്ഷേ നീ ഇപ്പോൾ പറയുന്നത് അടുത്ത കവർച്ച സൗത്ത് ആഫ്രിക്കയിലാണ് നടക്കാൻ പോകുന്നതെന്നാണ്. നിങ്ങൾക്ക് ഈ പാറ്റേൺ നോക്കി അവരുടെ അടുത്ത കവർച്ച സൗത്ത് ആഫ്രിക്കയിൽ എവിടെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുവാൻ സാധിക്കുമോ? இந்த பேட்டர்ன்ஸை பார்க்கும்போது அவங்க கேபிட்டல் சிட்டியை டார்கெட் பண்ற மாதிரி தோணுது. அடுத்த திருட்டு கேப் டவுன்ல. നമുക്ക് അവിടെ എൻട്രി പോയിന്റും ടാർഗറ്റ്സും നാരോ ഡൗൺ ചെയ്യേണ്ടി വരും. ഇത്തവണ നമുക്ക് അവരുമായി ഇന്റർസെക്ട് ചെയ്യുവാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ലോക്കൽ എൻഫോഴ്സ്മെന്റിനോട് കോർഡിനേറ്റ് ചെയ്ത് മേജർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നിരീക്ഷണങ്ങൾ വർദ്ധിപ്പിക്കേണ്ടി വരും. വാഞ്ചിരു, വേഗം സൗത്ത് ആഫ്രിക്കയിലെ പോലീസിനെ വിവരം അറിയിക്കുക. ഞാൻ വേഗം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. ആലിയും കോസിയും അവിടെ തന്നെയുണ്ട്. മെഹുൽ സർ, നിങ്ങളെ ഇവിടെ കണ്ടിട്ട് എനിക്ക് എത്ര സന്തോഷമായി എന്നറിയുമോ? ഇറ്റ്സ് ബീങ് ടു ലോങ്. വെൽക്കം മെഹുൽ. നമുക്ക് മുന്നിൽ ഒരുപാട് ചലഞ്ചസ് ആണുള്ളത്. ആദ്യം സയന്റിസ്റ്റും ഡിസ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു മാർക്കോ വെനംബെബിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാ പോയതെന്ന്. പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായില്ല. ഒരുപക്ഷെ ബിഗ് ഡാഡി ജീവനോടെ ഉണ്ടാകുമോ? ഇതിന്റെയൊക്കെ പിന്നിൽ അവൻ തന്നെ ആകുമോ? ഡാർക്കോനെക്സിനെയും വെനംബെബിനെയും ആ കവർച്ചയിൽ നിന്ന് നമുക്ക് എത്രയും വേഗം തടയേണ്ടതുണ്ട്. അറിയാമോ മെഹുൽ സർ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എക്സൈറ്റ്മെന്റിന്റെ ലെവൽ ഒന്ന് നോക്കൂ. വി ആർ ഓൾ ഓൺ ബിഗ് റീസൺ ഹിയർ. നീ കുറച്ചുകൂടി സീരിയസ് ആവ്. അതൊക്കെ ശരി തന്നെ. നമ്മൾ 3 പേർ ഒരുമിച്ചുണ്ടെങ്കിൽ ഒന്നും ഇമ്പോസിബിൾ ആവില്ല മെഹുൽ സർ. ടീന ലോഹ പ്ലാസ്റ്റിക്, മെഹുൽ സർ ഫാന്റാസ്റ്റിക്. ഇന്നത്തെ ദിവസം നമ്മുടെ വിജയത്തിന്റെ ദിവസമാണ്. നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഏത് വെടിമരുന്നാണോ എടുത്തുകൊണ്ടുവന്നിട്ടുള്ളത് അത് വെച്ച് നമ്മൾ വളരെയേറെ മുന്നേ. എല്ലാം പ്ലാൻ അനുസരിച്ച് നടക്കുന്നു. ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത ആജ്ഞ? ഞങ്ങൾ അടുത്ത നീക്കത്തിന് തയ്യാറാണ്. മാർക്കോ, വെടിമരുന്ന് ഞങ്ങളുടെ കൈവശം എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഇനിയുള്ള പ്ലാൻ എന്താണ്? നിന്റെ അടുത്ത ടാർഗറ്റ് എന്താണ്? മെഹന്തി, നമുക്കൊരു വലിയ കാര്യം ചെയ്യാനുണ്ട്. ഈ വെടിമരുന്ന് നമ്മൾ ലോകത്തിലെ വമ്പൻ ഫിനാൻഷ്യൽ സെന്ററുകളെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് നേരിട്ട് തന്നെ പറയാം.
എല്ലാവരും തയ്യാറായിരിക്കെ മാർക്കോയുടെ കൂടെ നിന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം നമ്മുടെ ശക്തി എന്താണെന്ന്. ആർക്കും നമ്മെ തടയുവാനാവില്ല. ചങ്ങാതിമാരെ, ഇന്ന് നിങ്ങൾ എന്നെ ഭക്ഷിക്കില്ല. സാധാരണ എല്ലാവരും കരുതാറ് സ്രാവ് വളരെ അപകടകാരിയായ ജീവിയാണെന്നാണ്. മാത്രവുമല്ല മനുഷ്യനെ കണ്ടാൽ ആ നിമിഷം വന്ന് ആക്രമിക്കും എന്നൊക്കെ. പക്ഷേ സത്യം ഇതാണ്, മനുഷ്യരെ കണ്ടാൽ അതിശയിച്ച് നോക്കുകയാണ് ചെയ്യാറ്. മാത്രവുമല്ല ഒരു സ്രാവ് ഏതെങ്കിലും അതിശയകരമായ ഒരു സാധനത്തിനെ സമുദ്രത്തിൽ കണ്ടാൽ മെല്ലെ ചെന്ന് ഒന്ന് തട്ടി നോക്കും. അത് കഴിക്കുവാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് അറിയുവാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് അതിന്റെ ജന്മനായുള്ള ഒരു ശീലമാണ്. ആർക്കും ഉപദ്രവം ഉണ്ടാക്കണമെന്ന് അതിനൊരു താല്പര്യവുമില്ല. ഇനി അഥവാ ലൂക്ക ചെയ്തതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ സ്രാവിന്റെ വയറ്റിലെത്താം. ലൂക്കായെ അവന്റെ 6th സെൻസ് രക്ഷിച്ചു. അതെല്ലാവർക്കും ഉണ്ടാകണമെന്നുമില്ല. നോക്കൂ, ഇവിടെ ആരോ ഒരു അനോണിമസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് എയിൽ നാളെ വലിയൊരു കവർച്ച നടക്കുമെന്ന്. ഈ ടിപ്പ് എവിടെ നിന്നാണ് വന്നത്? അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞോ? സോഴ്സ് എൻക്രിപ്റ്റഡ് ആണ് മെഹുൽ സർ. പക്ഷേ ഇന്റൽ ടീം കൺഫേം ചെയ്തത് പൊട്ടൻഷ്യൽ ത്രെഡ് തീർച്ചയായും ഉണ്ടെന്നാണ്. നമുക്ക് മറ്റൊരവസരം ഇനി നോക്കാനില്ല. ഈ ടിപ്പ് ശരിയാണെങ്കിൽ നമുക്ക് ബാങ്ക് എയുടെ മുകളിൽ പൂർണ്ണ നിരീക്ഷണം വെക്കേണ്ടി വരും. മെഹുൽ, ഞാൻ ലോക്കൽ ലോ എൻഫോഴ്സ്മെന്റിനോട് ചോദിച്ച് അഡീഷണൽ ഫോഴ്സ് അറേഞ്ച് ചെയ്യാം. ബെറ്റർ സേഫ് ദെൻ സോറി. ഇനി മാർക്കോയ്ക്ക് രക്ഷപ്പെടുവാൻ ഒരു അവസരം ആരും നൽകരുത്. ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയയിലും മറ്റു പുറമേ നിന്ന് വരുന്ന വാർത്തകളിലും ശ്രദ്ധ വയ്ക്കാം. എന്തെങ്കിലും അവിചാരിതമായ കാര്യം സംഭവിച്ചാൽ അപ്പോൾ തന്നെ നടപടിയെടുക്കാം. മാർക്കോ, ഇത്തവണ നീ ജയിക്കില്ല. ഗോട്ട് യു. നീ കവർച്ച നടത്താൻ തിരഞ്ഞെടുത്ത ദിവസം ശരിയായില്ല. അയ്യോ, മെഹുൽ സർ നോക്കൂ, ഞങ്ങൾ ഇന്ന് അവരെ പിടിച്ച് മിഷൻ സക്സസ്ഫുൾ ആക്കി. ചെയ്തത് നന്നായി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ബാങ്ക് ബിയുടെ സ്റ്റേറ്റസ് എന്താണ്? അവിടെ കുഴപ്പമൊന്നുമില്ല സർ, എല്ലാം ശാന്തമാണ്. ഇന്ന് ഇത്ര എളുപ്പത്തിൽ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? വെനം വെബ് ഇത്രയും ചെറിയ ചെറിയ കളവുകളൊന്നും ചെയ്യില്ല. മെഹുൽ സർ, ബാങ്ക് ബിയിൽ നിന്ന് ഇപ്പോൾ വലിയൊരു തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് യഥാർത്ഥ കളവ് നടന്നത് അവിടെയാണെന്നാണ്. ബാങ്ക് ബിയിലേക്ക് പോകാം. ഇത് നമ്മളെ ഡൈവേർട്ട് ചെയ്തതാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഓരോ വിജയത്തിന് പിന്നിലും ഒരു വലിയ പാഠം പഠിക്കുവാനുണ്ടാകും. ആലിയ, വേഗം വാ, സമയം വളരെ കുറവാണ്. ആദി, ഇവിടെ എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത്? ഇത്ര വലിയ സുരക്ഷാ വീഴ്ച എങ്ങനെയാണ് ഉണ്ടായത്? ആരോ ബാങ്കിന്റെ സിസ്റ്റം ഹാക്ക് ചെയ്തു. റഷ്യയിലെ ഏതോ എക്സ്റ്റേണൽ സെർവറുമായി കണക്ട് ചെയ്തു. വീണ്ടും മുഴുവൻ തുകയും ട്രാൻസ്ഫറായി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. ആരാണ് ഇതിന് പിന്നിൽ? മെഹുൽ, ഞാൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. വേറെ വലിയ വലിയ പണികൾ പിന്നാലെ വരുന്നുണ്ട് മോനെ. എന്നെ തടയുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീ ഒന്നടങ്ങ്. നിന്നെ ഞാൻ ഒരു തവണ തടഞ്ഞതാണ്. ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വീണ്ടും തടയുക തന്നെ ചെയ്യും. ടീം മെമ്പേഴ്സ്, നമ്മുടെ മുന്നിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചാലഞ്ചാണുള്ളത്. ഞങ്ങൾ തയ്യാറാണ് മെഹുൽ സർ. ആ മാർക്കോയ്ക്ക് കാണിച്ചു കൊടുക്കണം. അയാൾ ഞങ്ങളെ അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ദുരാഗ്രഹയിൽ നിന്ന് ഓടിപ്പോവുക ചില്ലറ കാര്യമല്ല. ഇത് നമ്മുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. നമ്മുടെ ലോക്കലും ഇന്റർനാഷണലുമായ എല്ലാ ഏജൻസികളെയും ജാഗരൂകരാക്കി നിർത്തിയിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് സൊസൈറ്റിയും അറിയിച്ചിട്ടുണ്ട്. ലൂക്ക എവിടെയും പോവില്ല. അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ദുരാഗ്രഹയിൽ നിന്ന് ഒരു തടവുകാരനും രക്ഷപ്പെടില്ല. ഇനി അഥവാ രക്ഷപ്പെട്ടാൽ അവനെ തിരികെ കൊണ്ടുവരേണ്ട ദൗത്യം എനിക്കാണ്. ലൂക്ക, ഇനി നിന്നെ രക്ഷപ്പെടുത്തുവാൻ ആർക്കും തന്നെ പറ്റില്ല. ആദ്യം എനിക്ക് മാർക്കോയുടെ രക്ഷപ്പെടലിന്റെ എല്ലാ ഫൂട്ടേജും അയച്ചു തരും. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എല്ലാം ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട് മെഹുൽ സർ. എല്ലാം അങ്ങയുടെ സ്ക്രീനിൽ കാണാം. നോക്കൂ നോക്കൂ, അത് ജെയ്ക്കോളും മൈക്കിളുമാണ്. അവർ ബിഗ് ഡാഡിയെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സൂം ചെയ്യ്. ഇത് മറച്ചു വച്ചിരിക്കുന്ന മറ്റെന്തോ തെളിവാണെന്ന് തോന്നുന്നു. ഈ ആളുകൾ ഇപ്പോഴും ജീവനോടെയുണ്ടോ? അതിനർത്ഥം ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു വലിയ സെറ്റപ്പ് തന്നെയുണ്ട്. ബിഗ് ഡാഡി ഇപ്പോഴും കളി കളിക്കുകയാണ്. ബിഗ് ഡാഡി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ്. ബിഗ് ഡാഡിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഒരു വശത്ത് ഡ്രാക്കോ നെക്സസും മറുവശത്ത് വെനം വെബും. ഇനി എന്താണ് സംഭവിക്കുക? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.